കഴിക്കണം നല്ല വിചാരിക്കുന്നു. എനിക്കാണ് ബോറടി. നിനക്ക് ബോറടിക്കുന്നില്ല? ചെറുതായിട്ട് നോക്കാൻ തോന്നുന്നില്ല. എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ. സുഖമില്ലല്ലോ, അച്ഛനല്ലോ ഇവിടെ. ഞങ്ങൾക്ക് ഒഴിവ് ഉള്ളപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടാവുമോ? അങ്ങനെ പറയാനടാ, അച്ഛൻ നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടില്ലേ? അങ്ങനത്തെ അച്ഛന് ഇപ്പഴല്ലേ ടൂറൊക്കെ കിട്ടണത്. പോയോ? ഇപ്പഴും കളിക്കാൻ പോയോ? ഇത്ര നേരത്തെ ഇങ്ങടെ പോയി കളിക്കാനൊക്കെ? നന്നു, ദിവു, അത് ശരി, രണ്ടാളും ഇവിടെ വന്നിരിക്കുക. ഞാൻ ആ ഉള്ളിലൊക്കെ അന്വേഷിച്ചു. ഞാൻ നിങ്ങള് പറഞ്ഞത് ശരിയാ. ഇവിടെ ഇരിക്കണം നിങ്ങളെ ഞാൻ പിന്നെ ഉള്ളിൽ അന്വേഷിച്ചിട്ട് എന്താ കാര്യം? എന്താ ഇങ്ങനെ കിടക്കണേ? ബോറടിക്കാ? ശരിയാ, അതൊക്കെ എപ്പോഴേ കഴിയോ? ശരിയാ, കുറച്ചൊക്കെ ബോറടി എനിക്കുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നടക്കാൻ പോയാലോ? കാറ്റൊക്കെ കൊണ്ടുവരാൻ നമുക്കൊന്ന് നോക്കാം. ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് മുത്തശ്ശിയോടൊന്ന് ചോദിച്ചാലോ? മുത്തശ്ശിക്കാവുമ്പോ എന്തെങ്കിലും ബോറടി മാറാനുള്ള ഐഡിയ കയ്യിൽ ഉണ്ടായിരിക്കും. നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം. ഓക്കെ? എവിടേക്ക്? എന്താ കാരണം? എത്ര എത്ര കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് കാണാൻ. നമ്മളീ പറമ്പിലേക്കൊന്ന് അവിടെ ഇറങ്ങിയാൽ മതി. ഇവിടെ ബോറടിയൊക്കെ ഇപ്പാ മതി. പോണോ? തുടങ്ങിട്ട് പോണോ? കൂട്ടുകാരി കണ്ടോ? കൂട് കെട്ടാണ്. കണ്ടോ? കൂടുണ്ടാക്കണ കണ്ടോ? പതുക്കെ പതുക്കെ. ഇത് നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇതൊക്കെ നോക്ക്. ഒരൊറ്റ തടിയുമ്പോണ്ടാവുന്നത് കണ്ടോ? എന്തത്? ഇതെന്ത് മരാ? പറയും. ഇത് നോക്ക്, നല്ലോണം നോക്ക്. ഇത് നല്ലോണം നോക്ക്. അത് തെങ്ങല്ല, തെങ്ങല്ലല്ലോ. എന്താ മാവു അല്ല, കവുങ്ങ്. ഒറ്റ തടി. ഇനി ഒറ്റ തടിയല്ലോ നോടി കാണിച്ചു തരാം. അല്ലല്ല, ഇതെന്താ? ഒറ്റ തടിയുള്ളൂ. ദീപ സൂക്ഷിക്കണേ നടക്കുമ്പോ. എന്താണ്? നോക്ക് നോക്ക്, എന്താ പ്രത്യേകത നോക്ക്. ഒറ്റത്തടി. എന്റെ ഒറ്റത്തടിയല്ലേ? ആമാ. നോക്ക്, എന്താ? ഇതെന്താ നോക്കിയേ? പച്ചടക്ക. പച്ചടക്ക പച്ചടക്ക കഴുകുമ്പോ ഉണ്ടാവും. കഴുകുമ്പോ തെങ്ങുമ്പോ ഉണ്ടാവണത് എന്താ? തെങ്ങുമ്പോ ഉണ്ടാവണത് എന്താ? തേങ്ങ. നോക്കിയാ പഴുത്തടക്ക. പഴുത്തടക്ക നോക്കി. പഴുത്തടക്ക. നന്നു, ദിവു, ആ കാണുന്ന പ്ലാവ് ഏതാന്ന് ഓർമ്മണ്ടോ? അതേതാണ്? ആ നോക്കി നോക്കൂ. അതേതാ പ്ലാവ്? പറക്കുട്ടി മുത്തശ്ശിയുടെ അവിടെ ഉണ്ടല്ലോ. കാറ്റും മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. കാട്ടിലെ കാഴ്ചകൾ കണ്ടു മടുത്തവർ നാട്ടിൻ നിളവയിൽ കൊണ്ടു നിന്നേ. നാട്ടിൻ നിളവയിൽ കൊണ്ടു നിന്നേ. നാട്ടിൻ നിളവയിൽ കൊണ്ടു നിന്നേ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ.
കിന്നാരം ചൊല്ലുന്ന കാറ്റേ പൊന്നാരം ചൊല്ലുന്ന കുയിലേ വാ വാ നീ കാറ്റും മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ കിന്നാരം ചൊല്ലുന്ന കാറ്റേ പൊന്നാരം ചൊല്ലുന്ന കുയിലേ വാ വാ നീ കിന്നാരം ചൊല്ലുന്ന കാറ്റേ പൊന്നാരം ചൊല്ലുന്ന കുയിലേ വാ വാ നീ ഇതേ കുറങ്ങൻ നാളികേരം തന്നെ പൊളിച്ചു കുറങ്ങൻ കരിക്കാലൊക്കെ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ അതേലോ ഇത് മുത്തച്ഛനെ പന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുത്തച്ഛനും മുത്താച്ചനൊക്കെ പന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിണ്ടാക്കിയതല്ലേ പന്നി വരുമൊക്കെ ചെയ്യും വെള്ളത്തിൻ്റെ ഇടയിൽ കൂടി നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ കാട്ടിലെ കാഴ്ചകൾ കണ്ടു മടുത്തവർ നാട്ടിനിലവയിൽ കൊണ്ടു നിന്നേ നാട്ടിനിലവയിൽ കൊണ്ടു നിന്നേ നാട്ടിനിലവയിൽ കൊണ്ടു നിന്നേ പാടും കടങ്കഥ പറയും ഒക്കെ ചെയ്യും അമ്മി ഇവിടെ ഇരുന്നിട്ട് ആ നേരം മുത്തശ്ശി തല ഇങ്ങനെ വേറെടുത്ത് കൊടുക്കും അപ്പോൾ അതെ വേറെടുത്ത് കൊടുക്കും അതവള് തല വേറെടുക്കാൻ സമ്മതിക്കണമെങ്കിൽ അവളെ അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇരുത്തണം എന്നാലേ സമ്മതിക്കുള്ളൂ അല്ലെങ്കിൽ തല വേറെടുക്കാൻ സമ്മതിക്കില്ല നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ കൊതിയൂറി നിന്നില്ലേ കണ്ണാരം പൊത്തിയൊളിച്ചും പുന്നാരം നന്നു ദിവു നിങ്ങളല്ലേ പറഞ്ഞ കാഴ്ചകളൊന്നും കാണാനില്ലാന്ന് ദേ എല്ലാവരും കൂടി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയേ വരുമ്പോൾ കൺമണിയെ കണ്ടുവന്നു ആ അതാണ് കടപ്പലാവ് എന്താ പറയാ കടച്ചക്ക ഉണ്ടാവും ആ അത് കൊറേ പ്രായമായി അതിന് നല്ല പ്രായമായി നല്ല പ്രായമുള്ളതാണ് കൊല്ലത്തിൽ 2-3 പ്രാവശ്യം കടച്ചക്ക ഉണ്ടാവും ഒരു കൊല്ലത്തില് 2-3 പ്രാവശ്യം കടച്ചക്ക ഉണ്ടാവും ഞങ്ങളുടെ മുത്തശ്ശി ഇതിലത്തെ കടച്ചക്ക ഉണ്ടാവുമ്പോ എന്താ ചെയ്യാറിയോ മൂത്താൽ മൂത്താല് വറക്കും നല്ല കനം കുറച്ച് നുറുക്കിയിട്ട് മുളക് പൊടിയും ഉപ്പൊക്കെ വെട്ടിയിട്ട് നമ്മള് അതെന്താ പച്ചാന്ന് അത് പറഞ്ഞു കൊടുക്കും വറക്കും വറുത്തിട്ട് ആ ചക്ക വറുത്തൊക്കെ ഉണ്ടാവില്ലേ കായ വറുത്ത് മുളകൊക്കെ ടേസ്റ്റാ അറിയോ ദീപു ഏതാണ് ചോദിച്ചത് ഇവിടെ എന്താ ചോദിച്ചു പച്ച എന്താന്ന് പച്ച എവിടെ പച്ച അത് ഇങ്ങനെ പൂപ്പല് വരികയാണ് അതോടൊക്കെ പൂപ്പല് വരും നനവ് തട്ടുമ്പോ ആ മാവിന്റെ ചോട്ടിക്ക് വന്നിട്ട് കാണിച്ചു തരാം വരും ഒരു മാവിന്റെ ചോട്ട് കാണിച്ചു തരാം വരും
കൊച്ചുമാവുക. എന്നുനും ദിവുനും ഓർമ്മ ഉണ്ടോ? ഈ ചാലുകളൊക്കെ ഓർമ്മ ഉണ്ടോ? എന്തുണ്ടായത് ദിവു? ഞങ്ങളൊക്കെ അവിടുന്ന് കുടിച്ചു കണ്ട്. പിന്നെ പറയാൻ പറ്റേണ്ടത് എന്താണ്? എന്തിന്റെ ഇലയാ? ആ, കുരുമുളകിന്റെ ഇലയാണ് കേട്ടോ. പക്ഷേ ഈ കുരുമുളക് നോക്കുക, ഈ കഴുങ്ങിന്റെ മുകളിൽ ചുറ്റി പിടിച്ചിട്ട് ഇതിന് കിട്ടുന്ന ഭക്ഷണമൊക്കെ ഇത് വലിച്ചെടുത്തിട്ട്. അതെ അതെ അതെ, കണ്ടോ കണ്ടോ, ഈ ഇത് വലിച്ചെടുക്കും ഇതിന്റെ ഭക്ഷണക്കാരുടെ കഴുങ്ങിന്റെ. എന്നിട്ട് ചുറ്റി പറ്റി ഇതിനെങ്ങനെ നിൽക്കും. കുരുമുളക് നല്ല വിലയുള്ള സാധനം. പൊന്നിന്റെ വിലയെന്ന് പറയും. കറുത്ത പൊന്നെന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ? ശരി, നമ്മൾ സൂക്ഷിക്കണം. ആ, എല്ലാം നല്ല കറികൾക്കൊക്കെ ഇട്ടാ നല്ല സ്വാദും. കറികൾക്കൊക്കെ ഇട്ടാ നല്ല സ്വാദും ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരും, ഒരു കഴിവ് കാണിച്ചു തരാൻ വരും. പതുക്കെ വരെ ഇതെന്താ വീട്ടിൽ പോയാലേ ഇരിക്കടോ ഹോളൊക്കെ വേറെ കാണിച്ചു തരണം മുത്തശ്ശി. ഇതെന്താ മാവ് പൂത്തിരിക്കുന്നു. ഒരു മാമ്പഴം എന്ന് പറഞ്ഞുള്ള ഒരു കവിത ഇല്ലേ വൈലോപ്പിള്ളിയുടെ? വൈലോപ്പിള്ളിയുടെ എഴുതിയത്. നന്നുനെ ഏത് കവിത ഓർമ്മ പറഞ്ഞ? മാവിൻ തണലിക്കുമ്പോ ഒന്ന് പാടൂ. കാണാത്ത കൊമ്പിൽ നിന്നഞ്ചാറും മാമ്പഴം കാറ്റിന്റെ കൈകൾ ഒഴിച്ചു തന്നു. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ. ഇതേ കരിങ്കല്ലോണ്ട് ഉണ്ടാക്കിയതാണ്. കൊത്തിയിട്ടേ ഇത്ര ഒരു ഇതുണ്ടാക്കി. ഇതെന്താ പേര് പറയാറിയോ? ഒരെല്ലാം എന്താ ചെയ്യുക, പണ്ട് കാലത്ത് നെല്ലൊക്കെ ഉഴുങ്ങി കുത്തും, അരി പൊടിക്കും. പക്ഷെ അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ അരി പൊടിച്ചിട്ട് പിറ്റൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കുക. നമ്മളിപ്പോൾ മെഷീനിലൊക്കെ അല്ലേ പൊടിക്കുക, അന്നൊക്കെ തലക്കിട്ട് കഴുകിയിട്ട് ഇതിലാണ് പൊടിക്കുക. ഇതൊക്കെ ഒലക്കൊണ്ട് ഒലക്ക അതൊക്കെ കാണിച്ചു തരാം. ഇതോ, ഇത് തെങ്ങിന്റെ തേങ്ങ മുളപ്പിച്ചിട്ട് തയ്യാക്കി കണ്ടോ അച്ഛേ. ഇനി ഇത് അവിടെ കൊണ്ടിട്ട് നല്ല കുഴി കുഴിച്ചിട്ട് ഇടും. അപ്പം തെങ്ങ് വലിയ തെങ്ങും. ഇത് തെങ്ങ് തയ്യായി. ഇതിനെ കുഴിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കുഴിച്ചിടണം. ഇതിന് വെള്ളം കുഴിച്ചാൽ വലിയ ഒറ്റത്തടിയിൽ വരണതില്ലേ? ഏതൊക്കെ നമ്മൾ ഒറ്റത്തടിയിൽ വരണത്? തെങ്ങ്, പന, അതൊക്കെ ഒറ്റത്തടിയാണ്. കുന്നിമണിക്കുന്നിലേ തെന്നലിങ്ങ് വന്നുവോ, നിന്നു ചാമരങ്ങൾ വീശിയോ. എന്താ നടന്ന് ക്ഷീണായി എല്ലാവർക്കും? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? അടിപൊളി. അതെയോ? കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ വീടിന് ചുറ്റും തന്നെ എന്തൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് അല്ലേ? എന്നിട്ട് പിന്നെന്താ, നമുക്ക് കുറെ അറിവുകളും കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞത് നമ്മുടെ വീടിന് ചുറ്റും തന്നെയല്ല എത്ര കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അല്ല, ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തോണ്ടല്ലേ ഞങ്ങൾ ഒറ്റയ്ക്ക് വിടില്ലേ? അതെന്തുകൊണ്ടാ ഒറ്റയ്ക്ക് വിടാത്തത്? നിങ്ങളവിടെ ഇപ്പൊ മറ്റേ ആ അരങ്ങൊക്കെ കെട്ടിയിട്ട് കണ്ടില്ലേ? പന്നി വരുന്നത് തടയാനാണ്. അപ്പൊ പന്നികളും കുറുക്കനും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് നിങ്ങളെ കുട്ടികളെ തന്നെ എങ്ങനെ ഒറ്റയ്ക്ക് വിടുക? പിന്നെ നമുക്ക് കുറെ സ്ഥലങ്ങളിലേക്കൊക്കെ കാണാൻ പോകാൻ പറ്റും. അവിടെ നമുക്ക് പുതിയ കാഴ്ചകൾ കാണാൻ പറ്റും. കൂട്ടാ, നീ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഒഴിവുള്ളപ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ടാവണില്ലാന്ന്? പക്ഷെ നോക്ക്, അച്ഛനെ ഒഴിവുള്ളപ്പോഴൊക്കെ നമ്മളെ ഒരുപാട് സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടില്ലേ? പാർക്ക്, ബീച്ച്, മാള് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകളും അനുഭവങ്ങളും കിട്ടുന്നുണ്ട്, ഒപ്പം നമ്മുടെ വീടിന് ചുറ്റുള്ള അറിവുകളും കിട്ടുന്നുണ്ട്. അപ്പൊ ഈ അറിവുകളും കാഴ്ചകളും ഒക്കെ അറിഞ്ഞും കണ്ടും വേണം എന്ത് ചെയ്യാൻ? നിങ്ങള് നല്ല കുട്ടികളായിട്ട് വളരാൻ. അങ്ങോട്ട് പോകണം. തീർച്ചയായും നമുക്കിനി അടുത്ത ട്രിപ്പ് നമുക്ക് എങ്ങോട്ട് പോകണം? വാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നു
പോയിട്ടല്ലേ എന്താ ഇത് കിട്ടാൻ ഒഴിവുള്ളപ്പോൾ അച്ഛനും ഒഴിവില്ല. അങ്ങനെ പറയണല്ല. പോയോ ഉള്ളിൽ വന്ന് കാണുക അതൊക്കെ ദീപുനാണല്ലേ. നിങ്ങൾ വേഗം പോവല്ലേ കേട്ടോ, എനിക്ക് ഡയലോഗ് എടുക്കാൻ പറ്റും. ഹരിനാമകീർത്തനം ഉണരും